എൻമണ്ടനിൽ ഒരു ന്യൂ ബിൽഡ് ഹോം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഏത് നെയ്ബർഹുഡിൽ വീട് വാങ്ങണം, ഏത് നെയ്ബർഹുഡിലാണ് ഞാൻ ആഗ്രഹിക്കുന്ന ബഡ്ജറ്റിലും ആഗ്രഹിക്കുന്ന മോഡലിലും ഉള്ള വീട് ലഭിക്കുക, അല്ലെങ്കിൽ ഏത് ബിൽഡറിൽ നിന്ന് വീട് വാങ്ങണം, അതുപോലെ ഒരു ബിൽഡറെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഇനി ഒരു ക്വിക്ക് പൊസഷൻ ഹോം വാങ്ങണോ അതോ ഫ്രം ദ സ്ക്രാച്ച് ബിൽഡ് ചെയ്യണോ, അതുമല്ലെങ്കിൽ ഒരു മച്വർ കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു ന്യൂ ഹോം കിട്ടുന്നതിനായിട്ട് ഒരു ഇൻഫിൽ ഡെവലപ്മെന്റ് പ്രൊജക്ട് കൺസിഡർ ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, സീറോ ലോട്ട്, റെഗുലർ ലോട്ട്, കോർണർ ലോട്ട്, കള്ളിസാക്ക് ലോട്ട്, വാക്കൌട്ട് ലോട്ട്, ലോട്ട്സ് ബാക്കിംഗ് ഓൺ ടു പോണ്ട് ഓർ പാർക്ക് ഓർ അനദർ നെയ്ബർ ഓർ കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദീസ്. ഇതിൽ ഏതാണ് എന്റെ ബഡ്ജറ്റിനും എന്റെ സങ്കല്പങ്ങൾക്കും യോജിക്കുന്നത്? ഇനി ലോട്ട് ഫൈനലൈസ് ആയാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹോം മോഡലിൽ ഏതൊക്കെ ഡിസൈൻ, സ്ട്രക്ചറൽ, ഫങ്ഷണൽ കസ്റ്റമൈസേഷൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതിനൊക്കെ അപ്രോക്സിമേറ്റ്ലി എത്ര കോസ്റ്റ് ആവും, അതുപോലെ ഏതൊക്കെ കസ്റ്റമൈസേഷൻസ് ആണ് നമുക്ക് ബിൽഡറുടെ കയ്യിൽ നിന്ന് എടുത്താൽ കൂടുതൽ സാമ്പത്തിക ലാഭം ലഭിക്കുന്നത്, ഇതിൽ ഏതൊക്കെയാണ് ഭാവിയിൽ കൂടുതൽ റീസെയിൽ വാല്യൂ തരുന്നതും ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഈസി ആക്കുന്നതും. ഇങ്ങനെ ഒരു 100,000 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും. നിങ്ങളുടെ മനസ്സിലുള്ള ഇത്തരം പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളിലേക്ക് ഇൻഡെപ്ത് ആയിട്ട് റിസർച്ച് ചെയ്യാൻ സഹായിക്കുന്ന ചില അവൈലബിൾ ടൂൾസുമാണ് ഈ വീഡിയോയിലും തുടർന്നുള്ള വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വി ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു ടു മേക്ക് ആൻ ഇൻഫോംഡ് ഡിസിഷൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽട്ടർ ജിജോ ജോർജ്. നിങ്ങൾ ഫസ്റ്റ് ടൈം ഹോം ബയർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ഞങ്ങളുടെ ചാനലിൽ കാണാൻ സാധിക്കും. ഇത്തരം വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ചെയ്യുന്നതാണ്. അപ്പോൾ മൂവ് ഇൻ ടു എൻമണ്ടൻ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എൻമണ്ടനിൽ ഒരു ന്യൂ ബിൽഡ് ഹോം വാങ്ങുന്ന ഒരാൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരും. ബേസ്ഡ് ഓൺ ദിസ് യു ഹാവ് ടു മേക്ക് യുവർ ലോട്ട്സ് ഓഫ് ചോയ്സസ് ഇൻ ഡിഫറെന്റ് ഫേസസ് ഓഫ് യുവർ ഹോം ബൈയിങ്. ഇതിലൂടെ ആദ്യമായി കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഇതൊരു ഓവർവെൽമിംഗ് പ്രോസസ്സായി തുടങ്ങിയേക്കാമെങ്കിലും ഇഫ് യു ഹാവ് റൈറ്റ് നോളജ് ആൻഡ് പ്രോപ്പർ ഗൈഡൻസ് ഇറ്റ് വിൽ ബി എ വെരി എൻഗേജിംഗ് ആൻഡ് റിവാർഡിംഗ് എക്സ്പീരിയൻസ്. നിങ്ങൾ ടൊറന്റോയിലോ വാൻകൂവറിലോ ഒക്കെയാണ് വീട് വാങ്ങുന്നതെങ്കിൽ ഡൗൺ ടൗൺ കോറിൽ നിന്നും ഒരു 30-45 മിനിറ്റ് കമ്മ്യൂട്ടിംഗ് ഡിസ്റ്റൻസിൽ ഒരു ന്യൂലി ബിൽറ്റ് ഹോം വാങ്ങിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അഥവാ വീട് ലഭിക്കുകയാണെങ്കിൽ തന്നെ എബോവ് 1 മില്യൺ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേസമയം എഡ്മണ്ടന്റെ ഡൗൺ ടൗൺ കോറിൽ നിന്നും ഒരു 30-40 മിനിറ്റ് കമ്മ്യൂട്ടിംഗ് ഡിസ്റ്റൻസിൽ എബോവ് അല്ലെങ്കിൽ ഒരു ഹൈ 400 റേഞ്ചിൽ നിങ്ങൾക്ക് ഇപ്പോഴും ന്യൂലി ബിൽറ്റ് ഹോം വാങ്ങിക്കാൻ സാധിക്കും. പല ഫസ്റ്റ് ടൈം ഹോം ബയേഴ്സിനെയും പ്രത്യേകിച്ച് യങ് ഫാമിലീസിനെ എഡ്മണ്ടനിലേക്ക് മൂവ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം ഇതാണ്. എഡ്മണ്ടൻ കാനഡയിലെ ടോപ്പ് 5 സിറ്റീസിൽ ഒന്നാണ് ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ, എക്കോണമി ആൻഡ് ജോബ്സ്. അങ്ങനെയുള്ള ഒരു സിറ്റിയില്ല. ഡൗൺ ടൗൺ കോറിൽ നിന്നും ഒരു 30-40 മിനിറ്റ്സ് കമ്മ്യൂട്ടിംഗ് ഡിസ്റ്റൻസിൽ ഒരു ഇഷ്ടമുള്ള ചോയ്സ് വെച്ച് ഒരു ഇഷ്ടമുള്ള ലോട്ടിൽ ഇഷ്ടമുള്ള അപ്ഗ്രേഡ്സ് എല്ലാം വെച്ച് ഒരു 600-700 റേഞ്ചിൽ ഒരു വീട് പണിയാൻ സാധിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഒരു ന്യൂ ബിൽഡ് ഹോം പണിയാൻ സാധിക്കുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. ഒരു ന്യൂ ബിൽഡ് ഹോം വാങ്ങുമ്പോൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? അതിന് 6 പാരാമീറ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. 1 ബഡ്ജറ്റ്, 2 ടൈപ്പ് ഓഫ് ഹോം, 3 നെയ്ബർഹുഡ്, 4 ബിൽഡർ, 5 ലോട്ട്, 6 കസ്റ്റമൈസേഷൻസ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഓരോ പാരാമീറ്റേഴ്സിനും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഇനി നമുക്ക് ഈ ഓരോ പാരാമീറ്റേഴ്സിന്റെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസിൽ ചില കോമ്പിനേഷൻസ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ, ഉദാഹരണത്തിന് നമ്മളൊരു സിംഗിൾ ഫാമിലി ഹോം സെലക്ട് ചെയ്തു, ഒരു ഡിറ്റാച്ച്ഡ് ഹോം സെലക്ട് ചെയ്തു, നമ്മൾ കുറച്ച് നെയ്ബർഹുഡ്സ് നമ്മൾ നോക്കി, അതിനകത്തുനിന്ന് ഒരു 5 ഉദാഹരണത്തിന് ഒരു 5 നെയ്ബർഹുഡ്സ് നമ്മൾ സെലക്ട് ചെയ്തു. ലോട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഓക്കെ, സീറോ ലോട്ട് നമുക്ക് വേണ്ട, പകരം നമുക്ക് കള്ളിസാക്ക് അല്ലെങ്കിൽ വാക്കൌട്ട് ലോട്ട് അല്ലെങ്കിൽ റെഗുലർ ലോട്ട് മതി, ഒരു 3 ടൈപ്പ് ലോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന വിചാരിച്ചു. കുറെ ബിൽഡേഴ്സിനെ കണ്ടു, അതിൽ നിന്ന് ഒരു 5 ഈ നെയ്ബർഹുഡ്സിലൂടെ ഒരു 5 ബിൽഡേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്തു. പിന്നെ ഒരു 5 കസ്റ്റമൈസേഷൻ നമ്മൾ വേണം, നമ്മുടെ വീട്ടിൽ വേണം നമ്മൾ തീരുമാനിച്ചു. ഇങ്ങനെയാണെങ്കിൽ തന്നെ ഈ കോമ്പിനേഷൻസ് എല്ലാം കൂട്ടുമ്പോൾ തന്നെ ഏകദേശം ഒരു 375 ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഈ 375 ഓപ്ഷൻസിൽ ഏതോ ഒരു കോമ്പിനേഷനാണ് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ, നിങ്ങളുടെ ബഡ്ജറ്റിന് ഒത്തുവരുന്ന, നിങ്ങളുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡ്രീം ഹോം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ 375 ഓപ്ഷൻസിനെ കുറിച്ച് ചിന്തിച്ച് അതൊരു വീട് സെലക്ട് ചെയ്യുന്ന ഈ പ്രോസസ് വളരെ ഓവർവെൽമിംഗ് ആയി തോന്നിയേക്കാം. എന്നാൽ ഇഫ് യു ഡു യുവർ പ്രോപ്പർ ഹോംവർക്ക് ആൻഡ് ഇഫ് യു ഹാവ് പ്രോപ്പർ ഗൈഡൻസ് you will be able to make a better choices that will save you money, fetch you more resale value and find your dream home
that fit your needs. ഇനി ഈ 6 പാരാമീറ്റേഴ്സിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടുണ്ടെങ്കിൽ അത് ആദ്യമേ ഫിക്സ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇനിഷ്യൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കുറെ നെയ്ബർഹുഡ്സ് കൺസിഡർ ചെയ്തു. അതിലൊരു നെയ്ബർഹുഡ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരു ന്യൂ ബിൽഡ് ഹോം വാങ്ങുകയാണെങ്കിൽ അത് ഈ നെയ്ബർഹുഡിൽ തന്നെ വാങ്ങണമെന്ന് നിങ്ങൾ ഉറപ്പിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കുറച്ചുകൂടെ ഈസിയായി. കാരണം എല്ലാ ബിൽഡേഴ്സും എല്ലാ നെയ്ബർഹുഡിലും പണിയുന്നില്ല. അപ്പോൾ ഈ നെയ്ബർഹുഡിൽ ചിലപ്പോൾ 4-5 ബിൽഡേഴ്സെ ബിൽഡ് ചെയ്യുന്നുണ്ടാവുകയുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ലോട്ട് ചൂസ് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പോണ്ട് ബാക്കിംഗ് ലോട്ട് ആയിരിക്കും ആവശ്യമുള്ളത്. ഒരു നെയ്ബർഹുഡിൽ ചിലപ്പോൾ 4-5 ലോട്ടുകളായിരിക്കും പോണ്ട് ബാക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് ആ നെയ്ബർഹുഡിൽ പോണ്ട് ബാക്കിംഗ് ആയിട്ടുള്ള ലോട്ട് ഏതൊക്കെ ബിൽഡേഴ്സിന്റെ കയ്യിൽ ഉണ്ട് എന്ന് നോക്കുക, അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ 1-2 ബിൽഡറിന്റെ കൈവശം മാത്രമേ പോണ്ട് ബാക്കിംഗ് ലോട്ടുകൾ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ. കാരണം ബാക്കിയുള്ള ലോട്ട്സ് ഒക്കെ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി കാണും. ഇനി നമുക്ക് കസ്റ്റമൈസേഷനെ ചിന്തിക്കാം. നിങ്ങൾ ചിലപ്പോൾ പണിയാൻ ഉദ്ദേശിക്കുന്ന വീടിന് ഒരു മെയിൻ ഫ്ലോർ ബെഡ്റൂം, ഒരു ഫുൾ ബാത്റൂം, ഒരു സ്പൈസ് കിച്ചൺ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഇതൊക്കെ സാധാരണയായിട്ട് കിട്ടുന്നതാണ്. ഇനി സാധാരണ ആരും ചിന്തിക്കാത്ത ഒരു കസ്റ്റമൈസേഷൻ ആണ് എക്സ്ട്രാ വൈഡ് ഗാരേജ് എന്നുള്ളത്. ആൽബർട്ടയുടെ ഒരു രീതി അനുസരിച്ച് 18 ഫീറ്റ് വൈഡ് ഇൻസൈഡ് വിഡ്ത്ത് ഉണ്ടെങ്കിൽ ഡബിൾ ഗാരേജ് ആയിട്ട് അഡ്വർടൈസ് ചെയ്യാം. എന്നാൽ 2 കാറ്, പ്രത്യേകിച്ചും ഒന്ന് SUV കൂടി ആണെങ്കിൽ ഇൻസൈഡ് പാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഒട്ടും സ്റ്റോറേജ് സ്പേസ് നമുക്ക് പിന്നീട് ലഭിക്കുകയില്ല. ഉദാഹരണത്തിന് നമ്മുടെ പല ആളുകളും സമ്മറിൽ സൈക്കിള് സ്റ്റോർ ചെയ്യാനായിട്ട്, ലോൺ മോവർ വെക്കാനായിട്ട്, സ്നോ ബ്ലോവർ വെക്കാനായിട്ട് ഒക്കെ ആയിട്ട് ഗാരേജിന്റെ സൈഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 കാറ് പാർക്ക് ചെയ്യുകയും ചെയ്യണം. പിന്നീട് മറ്റാവശ്യങ്ങൾക്ക് സ്റ്റോറേജിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വൈഡ് ഗാരേജ് കസ്റ്റമൈസേഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ക്ലയൻസിനോട് പലപ്പോഴും അവർ 2 കാറും ഗാരേജിനുള്ളിൽ പാർക്ക് ചെയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ അവർക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ എക്സ്ട്രാ വൈഡ് ഗാരേജ് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ആൽബർട്ടയുടെ വിന്റർ അനുസരിച്ച് ഒരു കാർ പുറത്ത് പാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അല്പം ചലഞ്ചിങ് ആണ്. കാരണം നിങ്ങൾ മഞ്ഞ് ക്ലീൻ ചെയ്യണം, കൂടാതെ ബ്ലോക്ക് ഹീറ്റർ ഉള്ള ലൈം വലിക്കണം, വണ്ടി ഹീറ്റ് ചെയ്തിടാനായിട്ടുള്ള ലൈം വലിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെ കസ്റ്റമൈസേഷൻ ആണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടി. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഒരു എക്സ്ട്രാ വൈഡ് ഗാരേജ് വേണം. അപ്പോൾ നിങ്ങൾ 2 ലോട്ട് ചൂസ് ചെയ്തു. ആ 2 ലോട്ടിന്റെയും ബിൽഡേഴ്സിന്റെ അടുത്ത് ചെന്നിട്ട് ഈ കസ്റ്റമൈസേഷൻസ് ഒക്കെ ഏത് ബിൽഡറാണ് തരുന്നതിനെ കുറിച്ച് കൺസിഡർ ചെയ്ത് അതിനുശേഷം നിങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ബിൽഡർ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു നെയ്ബർഹുഡ് ചൂസ് ചെയ്തു, ലോട്ട് ചൂസ് ചെയ്തു, നിങ്ങളുടെ കസ്റ്റമൈസേഷൻ ഒക്കെ അനുസരിച്ചുള്ള ഒരു ബിൽഡറെ ചൂസ് ചെയ്തു. അങ്ങനെ 300-400 ഓപ്ഷൻസ് നിന്ന് നിങ്ങൾ പാരാമീറ്റേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത് ത്രൂ പ്രോപ്പർ ഗൈഡൻസ് നിങ്ങളുടെ ഒരു ഫൈനൽ സെലക്ഷനിലേക്ക് എത്തി. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് മുൻപ് പറഞ്ഞ 6 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ച് ഒരു ഹോം ബൈയിങ് പ്രോസസ് എങ്ങനെ ഈസിയാക്കാം എന്നുള്ളതാണ്. ഇനി നമ്മൾ കാണുന്നത് ഈ 6 പാരാമീറ്റേഴ്സും ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ്. ഇതിൽ ആദ്യത്തേതാണ് ബഡ്ജറ്റ്. നമ്മളൊരു ഹോം ബൈയിങ് പ്രോസസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ മിനിമം ആൻഡ് മാക്സിമം ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ 5 പാരാമീറ്റേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസിൽ മാറ്റം വരും. ഇനി നിങ്ങളുടെ മാക്സിമം ബഡ്ജറ്റ് ഒരു 600,000 ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള സിംഗിൾ ഫാമിലി ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ടായിരിക്കും. എന്നാൽ ഒരു പോണ്ട് ബാക്കിംഗ് ലോട്ട് അല്ലെങ്കിൽ വാക്കൗട്ട് ലോട്ടൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ 600,000 ഓപ്ഷൻസ് ഇനഫ് ആയിരിക്കില്ല. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 650 ഒക്കെ വരുവാണെങ്കിൽ ഇതുപോലുള്ള പോണ്ട് ബാക്കിംഗ് അല്ലെങ്കിൽ വാക്കൗട്ട് ലോട്ട്സ് കുറച്ചുകൂടി അവൈലബിൾ ആയിരിക്കും. എന്നാൽ 650K ബഡ്ജറ്റിൽ ഒരു ബിൽഡർ ഫിനിഷ്ഡ് ലീഗൽ ബേസ്മെന്റ് സ്യൂട്ട് വിത്ത് അറ്റാച്ച്ഡ് ഗാരേജ് സ്റ്റില് ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രത്തോളം സ്പെസിഫിക് ആക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളുടെ ഹോം ബൈയിങ് പ്രോസസ്സ് ഈസി ആയിരിക്കും. ഇനി അടുത്തത് എങ്ങനെ നിങ്ങളുടെ മാക്സിമം ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രീ അപ്രൂവൽ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളൊരു മോർഗേജ് ഏജന്റിനെയോ അല്ലെങ്കിൽ ഒരു ബാങ്കിനെയോ സമീപിച്ച് നിങ്ങളുടെ ഇൻകം ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത് ഒരു ക്രെഡിറ്റ് ചെക്ക് ഒക്കെ നടത്തി ഒരു പ്രീ അപ്രൂവൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം ബഡ്ജറ്റ് യൂസ് ചെയ്യാൻ പറ്റും
എന്നുള്ള ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ ആ എത്രത്തോളം എമൗണ്ട് യൂസ് ചെയ്യണമെന്നില്ല, പക്ഷേ നിങ്ങൾക്കൊരു നല്ല ഓപ്ഷൻ വരികയാണെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ബഡ്ജറ്റ് എന്നുള്ള ഒരു പാരാമീറ്റർ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രത്തോളമുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്ത പാരാമീറ്റർ നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് ഹോംസ് ആണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് പാരാമീറ്റർ ടു ചൂസ്. വൺസ് ബഡ്ജറ്റ് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് ഓപ്ഷൻസ് ആണ് ആ ബഡ്ജറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നും എന്ത് വീടുകളാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്കൊരു ധാരണയാവും. എന്നാലും നിങ്ങളുടെ ടൈപ്പ് ഓഫ് ഹോംസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട 2 പോയിന്റ്സ് ഞാൻ പറയാം. ഇഫ് യു ആർ പ്ലാനിങ് ടു ലിസ്റ്റ് യുവർ ഹൗസ് ഇൻ എ ഷോർട്ട് ടൈം റെന്റൽ, ഫോർ എക്സാമ്പിൾ Airbnb, ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു ഗോ വിത്ത് ടൗൺ ഹൗസ് കോണ്ടോസ്. കാരണം കോണ്ടോ റൂൾസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ബിൽഡിങ്ങിന്, അതായത് കോണ്ടോ ആണെങ്കിലും ടൗൺ ഹൗസ് കോണ്ടോസ് ആണെങ്കിലും അതിന്റെ ബൈലോസിൽ ഷോർട്ട് ടൈം റെന്റൽസിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സംടൈംസ് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ പോലും ഫ്യൂച്ചറിൽ അതിന്റെ നിയമാവലിയിൽ മാറ്റം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഷോർട്ട് ടൈം റെന്റൽസിന് പ്ലാൻ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോപ്പർട്ടി ടൈപ്പുകൾ കൺസിഡർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ഫസ്റ്റ് ടൈം ഹോം ബയർ ആണ്. ഇനി 1-2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അടുത്ത ഒരു വീട് കൂടെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് എനിക്ക് ചിലപ്പോൾ വാൻകൂറിൽ നിന്നോ ടൊറന്റോയിൽ നിന്നൊക്കെ വരുന്ന ക്ലയൻസ് പറയാറുണ്ട്, അവര് ഫസ്റ്റ് ടൈം ഹോം ബൈയിങ് ശേഷം നിയർ ഫ്യൂച്ചറിൽ തന്നെ അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി കൊണ്ട് വാങ്ങാൻ താല്പര്യമുണ്ട്. ചിലപ്പോൾ അവർ അതിനുവേണ്ടി തന്നെയായിരിക്കും ആൽബർട്ടയിലേക്ക് മൂവ് ചെയ്യുന്നത്. കാരണം ടൊറന്റോയിലോ വാൻകൂവറിലോ ഒരു ഫസ്റ്റ് ടൈം പ്രോപ്പർട്ടി വാങ്ങുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ സെക്കൻഡ് പ്രോപ്പർട്ടിയെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഹോമിന് നിങ്ങൾ 5% ഡൗൺ പേയ്മെന്റ് ഇട്ട് വാങ്ങുന്നു, നിങ്ങൾ അവിടെ താമസിക്കുന്നു, അത് നിങ്ങളുടെ പ്രൈമറി ഹോമാണ്. സെക്കൻഡ് വീട് വാങ്ങിക്കുമ്പോൾ അതൊരു റെന്റൽ ഹൗസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾ 20% ഡൗൺ പേയ്മെന്റ് ഇടണം. അത് മാൻഡേറ്ററി ആണ്. എന്നാൽ നിങ്ങളൊരു ചെറിയ വീട് വാങ്ങിച്ച് ആദ്യം അവിടെ താമസിച്ച് നിങ്ങളുടെ പ്രൈമറി ഹോമിന് നിങ്ങൾ 5% ഡൗൺ പേയ്മെന്റ് ഇട്ടു, 1-2 വർഷം അവിടെ താമസിച്ചതിന് ശേഷം നിങ്ങൾ ഒരു വലിയ വീട്ടിലേക്ക് മാറുന്നു, അത് വീണ്ടും നിങ്ങളുടെ പ്രൈമറി ഹോം ആവുന്നു. അപ്പോൾ വീണ്ടും പ്രൈമറി ഹോം വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 5% ഡൗൺ പേയ്മെന്റ് ഇട്ടാൽ മതിയാവും. അപ്പോൾ ആദ്യത്തെ വീട് നിങ്ങളുടെ റെന്റൽ ഹോം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറും, സെക്കൻഡ് വീട് നിങ്ങളുടെ പ്രൈമറി ഹോം ആയിട്ട് മാറും. അപ്പോൾ 2 വീടും 5% ഡൗൺ പേയ്മെന്റിൽ വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള പ്ലാനുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്മോളർ പ്രോപ്പർട്ടി ടൈപ്പ് ആദ്യം വാങ്ങുന്നു, ബിഗർ പ്രോപ്പർട്ടി ടൈപ്പ് പിന്നീട് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് ഒരു ന്യൂ ബിൽറ്റ് ഹോം ചൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 6 പാരാമീറ്റേഴ്സിനെ കുറിച്ചും അതിൽ 2 പാരാമീറ്റേഴ്സ് ബഡ്ജറ്റും ടൈപ്പ് ഓഫ് ഹോംസും നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നെയ്ബർഹുഡ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതാണ്. അത് മിസ് ചെയ്യാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.